സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്റ്റോറേജ് ക്ലാസസ് ഇൻ സി ആണ്. സി പ്രോഗ്രാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് സ്റ്റോറേജ് ക്ലാസസ് ഇൻ സി. അതായത് ഇപ്പം നമ്മളൊരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ എന്തെല്ലാമാണ് ശ്രദ്ധിക്കുന്നത്, അത് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണോ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് അത് വെച്ചാണ് നമ്മളൊരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഇൻറ്റ് എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ എ എന്ന് പറയുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും ആൻഡ് അത് സ്റ്റോർ ചെയ്യാൻ പോകുന്ന ഡാറ്റ ഒരു ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റ ആയിരിക്കും. നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുകയാണ് ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എ എന്ന് പറയുന്ന സ്പേസിലോട്ട് ഈ 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ആവുന്നു അല്ലേ. അപ്പം ഒരു വേരിയബിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് 2 തിങ്സ് ആണ്. അതായത് ഒന്ന് അതിൻ്റെ ടൈപ്പും പിന്നെ ഒന്ന് അതിൻ്റെ സ്റ്റോറേജ് ക്ലാസ്സും. ടൈപ്പ് ഇൻ ദ സെൻസ് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നതും പിന്നീട് വരുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റോറേജ് ക്ലാസ്. അപ്പം എന്താണ് സ്റ്റോറേജ് ക്ലാസ്? അതായത് നമുക്കൊരു വേരിയബിളിനെ അല്ലെങ്കിൽ വേരിയബിൾസിനെ ഡിഫറെൻറ്റ് സ്റ്റോറേജ് ക്ലാസ്സസ് ആയിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റോറേജ് ക്ലാസ്സിലൂടെ നമുക്കൊരു വേരിയബിളിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന് അതിൻ്റെ സ്കോപ്പ് എന്ന് വെച്ചാൽ ദ റീജിയൻ വേർ എ വേരിയബിൾ ക്യാൻ ബി ആക്സസ്ഡ്. അതായത് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആ വേരിയബിൾ ഏതൊക്കെ ഫങ്ഷനിൽ, ഏതൊക്കെ ലൂപ്പിൽ അല്ലെങ്കിൽ ഏതൊക്കെ ബ്ലോക്കിൽ നമുക്കതിനെ ആക്സസ് ചെയ്യപ്പെടാം എന്നതിൻ്റെ ബേസിസിൽ നമുക്ക് സ്റ്റോറേജ് ക്ലാസ്സിനെ ആയിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. പിന്നെ ലൊക്കേഷൻ, ഒരു വേരിയബിൾ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യപ്പെടുമ്പോൾ അത് മെമ്മറിയിൽ ഏത് ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നതെന്ന ബേസിസിലും നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റോറേജ് ക്ലാസ്സസ് ഉണ്ട്. പിന്നെ നമ്മളൊരു വേരിയബിളിൽ നോക്കുന്ന നെക്സ്റ്റ് തിങ് ആണ് ലൈഫ് ടൈം ഓഫ് എ വേരിയബിൾ. അതായത് ഒരു വേരിയബിളിന് ആ മെമ്മറി എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നതാണ് ലൈഫ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ ലോങ് എ വേരിയബിൾ ക്യാൻ ഹോൾഡ് ദി മെമ്മറി. അതിൻ്റെ ബേസിസിലും നമുക്ക് സ്റ്റോറേജ് ക്ലാസ്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിഫോൾട്ട് വാല്യൂ ഡിഫോൾട്ട് വാല്യൂ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തു. അതായത് ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ അതിൽ ആ മെമ്മറിയിൽ ഏത് വാല്യൂ ഇപ്പം ലൈക്ക് മേ ബി അത് ഇനിഷ്യലൈസ് ചെയ്യപ്പെടുകയാണ്, നമ്മൾ വാല്യൂ ഒന്നും അസൈൻ ചെയ്യാതെ ജസ്റ്റ് ഞാൻ ഡിക്ലെയർ ചെയ്യുമ്പം അത് മെമ്മറിയിൽ എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യപ്പെടുന്നത്. മേ ബി 0 ആയിട്ടായിരിക്കാം, മേ ബി എന്തെങ്കിലും ഒരു ഗാർബേജ് വാല്യൂ ആയിട്ടായിരിക്കാം. ഇതിൻ്റെ ബേസിസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോറേജ് ക്ലാസ്സസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മെയിൻലി സ്റ്റോറേജ് ക്ലാസ്സസ് എന്ന് പറയുന്നത് 4 ടൈപ്പാണ്. ദാറ്റ് ആർ ഓട്ടോ, സ്റ്റാറ്റിക്, എക്സ്റ്റേൺ ആൻഡ് രജിസ്റ്റർ. ഈ 4 ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ക്ലാസ്സസ് ആണ് സിയിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഈ 4 എണ്ണം എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഓക്കെ, ഇതിപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പ്രോഗ്രാമാണ്. അതായത് ഞാൻ ഇവിടെ വേരിയബിൾസ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 2 ഡിഫറെൻറ്റ് സ്റ്റോറേജ് ക്ലാസ്സസിൽ ആയിട്ടാണ്. അതായത് ഒരെണ്ണം ഞാൻ ഓട്ടോ വേരിയബിളായിട്ടും ഒരെണ്ണം ഞാൻ സ്റ്റാറ്റിക് വേരിയബിളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരിക? ലൈക്ക് ഇത് രണ്ടും സെയിം പ്രോഗ്രാമാണ്, ആകെ വ്യത്യാസം വരുന്നത് ഞാൻ ഇത് ഇനിഷ്യലൈസ് ചെയ്യപ്പെടുന്ന വേരിയബിളിലാണ്. ഒന്ന് ഞാൻ ഓട്ടോ ആയിട്ടും ഒരെണ്ണം ഞാൻ സ്റ്റാറ്റിക് ആയിട്ടുമാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. സോ ഓട്ടോ സ്റ്റോറേജ് ക്ലാസ്സിൽ ആണെങ്കിൽ ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വിത്തിൻ ദി ബ്ലോക്കാണ്. എവിടെയാണോ നമ്മളത് ഡിക്ലെയർ ചെയ്യുക ആ ബ്ലോക്കിൽ മാത്രമാണ് അതിൻ്റെ സ്കോപ്പ്, അതായത് അത് ആക്സസ് ആവുന്നത്. ആൻഡ് അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ ബ്ലോക്കും ആയിരിക്കും. ആൻഡ് അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ അല്ലെങ്കിൽ അത് ഇനിഷ്യലൈസ് ചെയ്യപ്പെടുമ്പോൾ ആ മെമ്മറിയിലുള്ളൊരു വാല്യൂ മേ ബി ഏതെങ്കിലും ഒരു ഗാർബേജ് വാല്യൂ ആയിരിക്കും. പിന്നെ അത് ലൊക്കേഷൻ, അതെവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, അതെവിടെയാണ് ഇനിഷ്യലൈസ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ റാമിലെ സ്റ്റാക്ക് എന്ന് പറയുന്ന മെമ്മറിയിലായിരിക്കും ഈ ഓട്ടോ വേരിയബിൾ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനിൽ ഞാൻ ഇവിടെ മെയിൻ ഫംഗ്ഷനിൽ ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് അതെന്താ സംഭവിക്കുന്നത്, ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് വരികയും ഇവിടെ ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യപ്പെടുന്നു. അതെന്ന് പറയുന്നത് ഓട്ടോ വേരിയബിളാണ്. അപ്പോൾ ഇവിടെ എ ഈസ് ഈക്വൽ ടു 0 ഫസ്റ്റ് പ്രിൻ്റ് ആവും. പിന്നീട് വീണ്ടും ഞാൻ എ ഇൻക്രിമെൻറ്റ് ചെയ്തു ആൻഡ് ഇവിടെ ഈ ഓട്ടോ വേരിയബിളിൻ്റെ ആക്സസ് ഇവിടെ എന്ത് ചെയ്യാണ്, ലൂസ് ആവുകയാണ്. പിന്നീട് വീണ്ടും ഞാൻ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വീണ്ടും എയിലോട്ട് 0 എന്ന് പറയുന്ന ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യുകയും ആ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരിക. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരിക, 0 0 0 ആയിട്ടായിരിക്കും വരിക.
ഇതേ സെയിം കോഡ് ഞാൻ സ്റ്റാറ്റിക്കലി ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഈസ് ഡിഫറെൻറ്റ്. വൈ? ബിക്കോസ് സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വിത്തിൻ ദി ബ്ലോക്കാണ്, പക്ഷെ അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ടിൽ എൻഡ് ഓഫ് ദ പ്രോഗ്രാം ആയിരിക്കും. അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ 0 ആയിരിക്കും. അത് ലൊക്കേഷൻ റാമിലെ ഡാറ്റ സെഗ്മെൻറ്റിലായിരിക്കും അത് ഇനിഷ്യലൈസ് ചെയ്യപ്പെടുക. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇപ്പോൾ ആദ്യം ഇൻക്രിമെൻറ്റ് കോൾ ചെയ്യുമ്പം A=0 ആണ്, A പ്രിൻ്റ് ആവും. പിന്നീട് A ഇൻക്രിമെൻറ്റ് ചെയ്ത് Aൻ്റെ വാല്യൂ 1 ആണ് മെമ്മറിയിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വേരിയബിൾ ഇവിടെ ലൂസ് ആവുന്നില്ല. ടിൽ എൻഡ് ഓഫ് ദ പ്രോഗ്രാം വരെ ഈ വേരിയബിൾ വാല്യൂ ഉണ്ട്. സോ വീണ്ടും കോൾ ചെയ്യുന്ന സമയത്ത് 1 പ്രിൻ്റ് ആവുകയും വീണ്ടും അത് ഇൻക്രിമെൻറ്റ് ഇൻറ്റു 2, അപ്പോൾ വീണ്ടും കോൾ ചെയ്യുന്ന സമയത്ത് A=2 പ്രിൻ്റ് ആവും. സോ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലായോ? ഓട്ടോൻ്റെയും സ്റ്റാറ്റിക്കും നമ്മളൊരു വേരിയബിൾ ഓട്ടോ സ്റ്റോറേജ് ക്ലാസ് ആയിട്ട് വരുമ്പോഴും സ്റ്റാറ്റിക് ആയിട്ട് വരുമ്പോഴുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റോറേജ് ക്ലാസ് വരുന്നത് രജിസ്റ്ററാണ്. സോ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വേരിയബിൾ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ്സിലാണ് ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വിത്തിൻ ദ ബ്ലോക്കും ലൈഫ് ടൈം എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ ബ്ലോക്ക് ആയിരിക്കും. പിന്നെ അതിൻ്റെ ലൊക്കേഷൻ CPU-ലെ രജിസ്റ്റേഴ്സിലാണ് ആൻഡ് അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഗാർബേജ് വാല്യൂ ആണ്. സോ ഈ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്നത് ഓട്ടോ സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ സെയിം ഫങ്ഷനാലിറ്റി ആണ്. പക്ഷെ ഓൺലി ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ രജിസ്റ്റർ ആയിട്ടാണ് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ ഡയറക്റ്റ്ലി രജിസ്റ്ററിൽ പോയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഇതുകൊണ്ടുള്ളൊരു ബെനിഫിഷ്യൽ എന്താണെന്ന് വെച്ചാൽ രജിസ്റ്റർ വേരിയബിൾസ് ആക്സസ് ചെയ്യപ്പെടുന്നത് ഭയങ്കര സ്പീഡായിരിക്കും. നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിനേക്കാൾ വളരെ എളുപ്പത്തിൽ റൺ ടൈമിൽ നമുക്ക് രജിസ്റ്ററിലുള്ള വേരിയബിൾസിനെ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ രജിസ്റ്റർ എന്ന് പറയുന്നത് വളരെ സ്മോൾ സൈസ് ആയതുകൊണ്ട് നമുക്കിത് എല്ലായ്പ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചില മൈക്രോ കൺട്രോളേഴ്സിലൊക്കെയാണ് ഈ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് കൂടുതലായിട്ടും രജിസ്റ്ററായിട്ട് നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റോറേജ് ക്ലാസ് ആണ് എക്സ്റ്റേൺ സ്റ്റോറേജ് ക്ലാസ്. എക്സ്റ്റേൺ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വേരിയബിൾ എക്സ്റ്റേൺ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഗ്ലോബൽ ആയിരിക്കും. അതായത് മൾട്ടിപ്പിൾ ഫയൽസിൽ നമുക്ക് ആ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു ഫയലിൽ ഡിക്ലെയർ ചെയ്ത വേരിയബിളിലെ വാല്യൂ വേറൊരു ഫയലിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. മൾട്ടിപ്പിൾ ഫയൽസിൽ നമുക്കതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ആ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത് വരെ ആയിരിക്കും. ആൻഡ് അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് റാമിലെ ഡാറ്റ സെഗ്മെൻറ്റിലായിരിക്കും. പിന്നെ അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ ഗാർബേജ് വാല്യൂ ആവാം, 0 ആയിട്ടും ഇനിഷ്യലൈസ് ചെയ്യപ്പെടാറുണ്ട് ചില കേസസിൽ. അപ്പം എക്സ്റ്റേൺ ആയിട്ടാണ് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എക്സാമ്പിൾ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ, വേരിയബിൾ എക്സ്റ്റേൺ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ മൾട്ടിപ്പിൾ ഫയൽസ്, ഇനി ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫയലിലാണ്. സോ ഈ ഫയലിൽ നമുക്ക് എക്സ്റ്റേൺ ആയിട്ട് അവിടെ ഡിക്ലെയർ ചെയ്തുകൊണ്ട് ആ വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് 4 type of storage class: auto, static, register and extern. I hope നിങ്ങൾക്ക് ഇത് നന്നായി മനസ്സിലായി.